എങ്ങനെയാണ് തവാഫ് ചെയ്യേണ്ടത് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. തവാഫ് കഴിഞ്ഞാൽ ഇനി അടുത്തത് സഹിയാണ്. സഫ മർവേൻ്റെ ഇടയിൽ 7 പ്രാവശ്യം നടക്കണം. കാബത്തിൻ്റെ അടുത്ത് നിന്നും 2-3 മിനിറ്റ് നടന്നാൽ മാത്രം മതി. സഫയിൽ നിന്നും തുടങ്ങി മർവയിൽ അവസാനിക്കുകയാണ് ചെയ്യുക. 2 മലകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് പല നിലകളിലായിട്ടുള്ള ഒരു ബിൽഡിങ്ങിനുള്ളിലാണ് നമ്മളിപ്പോൾ സഹി ചെയ്യാറുള്ളത്. സഫ മർവൻ്റെ ഇടയിലുള്ള ദൂരം ഏകദേശം 1/2 കിലോമീറ്ററാണ്, അതായത് 450 മീറ്റർ. ഇവിടെ നമുക്ക് ഒളു നിർബന്ധമില്ല. തവാഫ് ചെയ്യുന്ന സമയത്ത് ചെയ്ത പോലെ തന്നെ നമുക്ക് ഏത് ദുആകളും ഇവിടെ വെച്ച് ചെയ്യാം. നമുക്ക് അറിയുന്നത് എന്ത് നമ്മളുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ മതി. സഫയുടെ സ്റ്റാർട്ടിംഗ് ആണ് ഈ കാണുന്നത്. ഇവിടെ നിന്നുമാണ് തുടങ്ങുന്നത്. സഹി തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ നിന്നും തിരിഞ്ഞു വന്ന് നേരെ മറുവയിലേക്ക് നടക്കുകയാണ് ചെയ്തത്. ഒന്ന് കണ്ടു നോക്കാം. നല്ല തിരക്കാണ്. സീലിങ്ങിൻ്റെ മുകളിൽ പച്ച നിറത്തിൽ കാണുന്ന സ്ഥലമെത്തുമ്പോൾ പുരുഷന്മാർ കുറച്ച് സ്പീഡിൽ നടക്കണം. സ്ത്രീകൾ സാധാരണ നടക്കുന്ന പോലെ തന്നെ നടന്നാൽ മതി. ഇത് നേരെ ചെല്ലുന്നത് മർവയിലേക്കാണ്. നടക്കുന്ന വഴിയിൽ പല സ്ഥലത്തായി കുടിക്കാൻ വെള്ളം ഏർപ്പാട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് സംസം വെള്ളമാണ് എല്ലാ സ്ഥലത്തും ഉള്ളത്. ഇഷ്ടംപോലെ നമുക്ക് എടുത്ത് കുടിക്കാം. പല ഭാഗങ്ങളിലായിട്ടുണ്ട്. എല്ലാവരും എടുത്ത് കുടിക്കുന്നതിൻ്റെ സീനാണ് ഈ കാണുന്നത്. ഇപ്പോൾ മറുവയിലെത്തി. സഫയിലെ പോലെ തന്നെ മറുവയിൽ നിന്നും തിരിഞ്ഞ് സഫയിലേക്ക് നടക്കുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ മറുവയിലാണ് കാണുന്നത്. തിരിഞ്ഞ് നടന്നു തുടങ്ങി. ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ വീൽ ചെയർ യൂസ് ചെയ്യാനുള്ള സ്ഥലമാണിത്. ശാരീരികമായി ബുദ്ധിമുട്ടുകളുള്ളവർക്ക് വേണ്ടി പ്രത്യേകം ഒരുക്കിയ ഒരു വഴിയാണിത്. ഇതിലൂടെയാണ് വീൽ ചെയറുകളെല്ലാം പോകാറുള്ളത്. ശാരീരിക വിഷമങ്ങളില്ലാത്തവരും കുറച്ച് പേരൊക്കെ ഇതിലൂടെ പോകാറുണ്ട്. എന്നാലും സാധാരണ ഇങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യാറുള്ളത്. ഇവിടെയൊക്കെ എത്താനും ഒരിക്കലെങ്കിലും ഒരു ഉംറയെങ്കിലും ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹു എല്ലാവർക്കും നൽകട്ടെ. 7 റൗണ്ട് പൂർത്തിയാക്കി മറുവയിൽ എത്തിക്കഴിഞ്ഞാൽ പുറത്ത് കിടക്കാം. പുറത്ത് കിടന്നതിന് ശേഷം മുടി മുറിച്ച് തഹല്ലുലാവാം. അതിൻ്റെ വീഡിയോ അടുത്ത പ്രാവശ്യം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.